ശിവായ ഓം നമ ശിവായ ഓം ശിവായ ഓം നമ 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 ശിവായ. നേരം പോയി. ആ ലതയാണോ വരുന്നേ? അല്ലതെ ചേച്ചിയാണോ? എടി ഞാൻ അമ്പലത്തിൽ നേരത്തെ പോയടി. കണ്ടിട്ട് ഞാൻ വേഗം പോയി തൊഴുതു. ആള് കുറവാണോ? ഓ ആള് കുറവാ. ചിലപ്പോ വൈകുന്നേരത്തേനായിരിക്കും. ഇവിടെ പരിപാടി വൈകുന്നേരല്ലേ, തൃക്കണ്ണമണ്ണ അവിടെയൊക്കെ പോയിട്ടുണ്ടാവും. വൈകുന്നേരം ഇവിടെ ഞാൻ തന്നെ ഉള്ളൂ. ആണോ? മക്കള് അമ്മൂസൊക്കെ എന്തിയെ? മോള് വീട്ടിലുണ്ട്. അവള് എലഞ്ഞിക്കലേക്ക് പോയിട്ടുണ്ട്. നീ ഈ വഴി വന്നോ? ഞാൻ ഇതിലെ വേഗം ഇതില് വന്നാ മതിയടി. പാലം കടന്നിട്ട് ഈ വഴി എനിക്ക് അറിയത്തില്ല. പോകുമ്പോ തൊഴണ്ടേ? എന്നാ ഞാൻ തൊഴുതിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്കുക. ഞാൻ ഇവിടെ നിക്കാട്ടോ. തൊഴുതിട്ട് വായോ. വേഗം വരാവേ. ഇല്ല, എന്തായാലും അറിയാം. യാദൃശികമായി കണ്ടുകൊണ്ട് ഇതായി. അവിടെ നിൽക്കുമായിരിക്കും. വേഗം പോയി തൊഴുത് വെക്കാം. എല്ലാവരും തോന്നുന്നു. ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടല്ലേ? വേഗം പോയി തൊഴുത്. അതെ, ഈ വഴി നോക്കടി, എന്ത് രസാ നോക്കടി. ഇങ്ങനെ ഒരു വഴി ഞാൻ അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ്. ഇനി ഇതിലെ വന്നാ മതി അല്ലേ? ഇതില് ഇനി പാലമുണ്ട്, അപ്പുറത്തൊരു പാലമുണ്ട്, പുഴയാണ്, പാലമുണ്ട്. എന്ത് സുഖമെന്നറിയാം ഇതിലേ വരാനായിട്ട്. എന്തായാലും നിങ്ങളെ കണ്ടത് നന്നായിട്ടോ. ഒത്തിരി പഴയ ക്ഷേത്രം, എന്തൊരു ഭംഗിയാലേ. ഞാൻ പണ്ടെപ്പോഴോ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ആളൊക്കെ കുറവല്ലേ? ആള് കുറവാ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിനി പുഴ പോയിട്ട് ഞാൻ പാലൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്റെ ചേച്ചി എന്ത് രസമല്ലേ ഇവിടെ. ഇത്രയും ഞാൻ അതല്ലേ അതേ പറഞ്ഞത്, ഈ വഴി വരണമെന്നുള്ളത്. എനിക്ക് ഇവിടെ പോവാനേ തോന്നുന്നില്ല അല്ലേ? എടി ഇനി പുഴ പാലം അപ്പുറത്തുണ്ടേ. ഇനി നീ ബസ്സിന് ഓട്ടോയ്ക്ക് വരരുത് കേട്ടോ. ഈ വഴി വന്നിട്ടേ വിളിച്ചാ മതി, എന്നെ വിളിച്ചാ മതിയേ. ഓട്ടോയ്ക്ക് വന്നത് കൊണ്ടാണ് പറ്റിയത്. ഇതിലേ വന്നിട്ട് കണ്ടില്ലേ? അതെന്നെ, ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് എന്തിനാ നമ്മൾ അതിലെ കൂടെ പോകുന്നത്? വണ്ടിക്കൂലിയും കൊടുത്തിതാണെ വണ്ടിക്കൂലി വേണ്ടല്ലോ അതെ അല്ലേ? എനിക്ക് ഓർമ്മയില്ല വഴി, അതുകൊണ്ട് ഒറ്റയ്ക്ക് വരാനൊരു അതെ അല്ലേ? നിനക്ക് ഇന്നലെ നീ വരുമെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നടി, അതുകൊണ്ടാ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചായിരുന്നു. എലിഞ്ഞിക്കലാ? അപ്പൊ പിന്നെ പറഞ്ഞു ശിവന്റെ അമ്പലത്തിൽ പോകുമ്പോ ശിവരാത്രിക്ക് ആദ്യം ശിവന്റെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അവിടെ തൊഴാൻ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോകുന്നതാ. അതെ അല്ലേ? നമുക്ക് അങ്ങോട്ട് പോയാലോ? പാലം കാണണ്ടേ? വെള്ളം കുറവാ. എന്നാലും ഞങ്ങൾ വരുമ്പോ നല്ല വെള്ളമായിരുന്നു. ഇങ്ങോട്ട് കയറി പേടിയുണ്ടോ? പേടിയുണ്ട്. നീ ശിവരാത്രി എടുത്തായിരുന്നോ? ശിവരാത്രി ആയിട്ട് നോറ്റിട്ടില്ല. എനിക്ക് നോമ്പാണ്. എനിക്ക് താലം എടുക്കാൻ നോമ്പാ. അപ്പൊ ശിവരാത്രി ആയിട്ട് ഞാൻ നോറ്റിട്ടില്ല. എന്തായാലും ഒരിക്കൽ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നലെ ഒരു നേരം എടുക്കുക. അല്ലേലും ഇന്നലെ ഒരു നേരമാണ് ഞങ്ങൾ എടുക്കുന്ന. അങ്ങനെ ഇന്നലെ ഒരു നേരം, പിന്നെ ഇന്ന് ഒരിക്കല്. അങ്ങനെ നോക്കുമ്പോ വേണമെങ്കിൽ അരി ഭക്ഷണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കഴിക്കണമെന്നൊന്നുമില്ല. നമ്മള് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറക്കൊഴിക്കാതൊക്കെ വേണ്ടേ? അതെ അതെ, അത് വേണം. ഉറക്കൊഴിക്കുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. അതൊന്നും എനിക്കിത് പോണ്ടേ? എനിക്ക് പോകണമെന്നേ. ഇതിപ്പോ പേടി എനിക്കും. കൈ പിടിച്ച് ഞാൻ കൊണ്ടോണം നിങ്ങളെയാണല്ലോ. പക്ഷെ നോക്ക്, വെള്ളം എത്രയോ കുറവ് നോക്കണേ. നല്ല ഭംഗിയുണ്ടല്ലേ? എന്തൊരു ഭംഗിയാ കാണാനായിട്ട്. സമയമൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെയൊക്കെ വന്നിരുന്നിട്ട്. അറിയാതെ എങ്ങാനും ചാടി പോയാ എനിക്ക് കാണുക ചാടാൻ തോന്നുന്നുണ്ട്. തൽക്കാലം ചാടണ്ട, അങ്ങോട്ട് പോകണ്ടേ? എനിക്ക് എവിടെ പോണ്ടേ? നമ്മൾ ആദ്യമൊക്കെ ശിവരാത്രി നോക്കുമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ശിവരാത്രി നോക്കി ഒരിക്കലൊക്കെ എടുത്ത് അവിടെ എന്റെ വീട്ടിലായിരുന്നപ്പോ വയനാട്ടില് അമ്പലത്തിൽ പോയിട്ട് ഞങ്ങള് രാത്രി വൈകുന്നേരം പോയാല് പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോഴേ വരുള്ളൂ. എടി പണ്ട് അങ്ങനെയാടി, ഫുള്ള് നേരം വിളിക്കുന്നോടം വരെ ഓരോ പരിപാടി ആയിരിക്കും. ഡാൻസ് ആയിട്ട്. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ ശിവരാത്രി നോക്കിയിട്ടില്ല. ഇല്ല അല്ലേ? ഒരു വട്ടം നോക്കിയിട്ടുണ്ട്. ഒരു വട്ടം നോക്കി, പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല. പിന്നെ ശിവരാത്രി നോക്കുകയാണ് നമ്മള് രാത്രി ഉറക്കൊഴിച്ചിരിക്കണം. അതെ 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 അതെ. ഞങ്ങളിപ്പോ നോമ്പൊക്കെ എടുത്തേ അല്ലാതെ, പക്ഷെ എത്രത്തോളം ഉറക്കഴിക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ലടി. എന്താ പറയുക, തലവേദന ഉള്ളത് കൊണ്ടേ. പിന്നെ ഭഗവാൻ അറിയാലോ, അത്ര വിചാരിച്ചുള്ളൂ. എത്തണം. അല്ല, പിന്നെ ജ്യോത്സ്യന്മാര് പറയുന്നുണ്ട് നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ചെയ്യാം. അത്രേ ഉള്ളൂടി. എത്ര ഉറക്കളിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയാലോ. അതെ, ഇനി മുക്കത്ത് ചിലപ്പോൾ ചേട്ടൻ രാത്രി മുക്കത്ത് പോകാന്നൊക്കെ പറഞ്ഞായിരുന്നേ. നീ പോവുകയാണെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ. വരൂലേ? ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിലേ വരുള്ളൂ. അതെ അല്ലേ? ഭയങ്കര തിരക്കല്ലേ.
ചാത്തമ്പാറ എന്ന് പറയുന്നത് തന്നെ ശരിയല്ലേ, എന്തോരോ പാറകളല്ലേ. ചാത്തമ്പാറ ശിവക്ഷേത്രമാണിത്. ഇത്രയും മനോഹരമായ സ്ഥലത്താണ് ശിവനല്ലേ, എന്തൊരു ഭംഗിയാ. അമ്മ വന്നില്ല മോളെ? രാജേശ്വരി ഇന്ന് പോണ്ടേടി? പോണ്ട. പക്ഷെ അമ്മ വന്നില്ലേ? വന്നില്ല. ഗീത ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നോടി. ആ ഗീതനെ കണ്ടായിരുന്നു. തിരക്ക് കുറവാ, വലിയ തിരക്കില്ല. നിങ്ങളിപ്പോൾ തന്നെ തിരിച്ചു പോവോ? ഓ പേടിയുണ്ടോ? എടി അമ്മേനെ പിടിച്ചോണ്ട് പോയിക്കോ. കടത്തി വിടണോ? അവൾക്ക് പേടിയാന്ന് തോന്നുന്നു. നിങ്ങള് പമ്പഞ്ഞാറിക്ക് പോകലുണ്ടോ? പാഞ്ഞാർക്കൊന്നും പോവല്ലേ? ഇല്ല അല്ലേ. മോളൊന്നും വന്നില്ലേ? മോളോ? ഇല്ല, മോള് വരട്ടില്ലല്ലേ. മോളോ? ഇല്ല. ആ തന്നെ ഉള്ളു. മോനെവിടെയാ? മോനവിടെ ഉണ്ട് വീട്ടില്. അതെ അല്ലേ. ആഹാ എന്നാ ശരി. കടയിലോ? ഉണ്ട്. ഓ ഇനിയിപ്പോൾ ചെന്നാൽ ഞാൻ കടയിലോട്ടാ നേരെ പോകുന്നത്, വീട്ടിലോട്ട് പോയല്ല. ആ കുറേ കാലം ചേച്ചി കണ്ടിട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ കാണലല്ലേ. ഇതെന്നെ കണ്ടിട്ട് ഞാൻ അറിഞ്ഞില്ല. എന്നെ അറിഞ്ഞില്ല? അത് കുറേ ആയില്ലേ നിങ്ങൾ കണ്ടിട്ട്, അതുകൊണ്ടാ. വിഷം മാറിയല്ലേ. എന്നാ ശരി കേട്ടോ, ഞങ്ങൾ പോട്ടെ. ആ ശരി. കേട്ടിട്ടുണ്ട്. എന്തൊരു രസമല്ലേ. അയ്യോ മടുത്തൂല്ലേ പുഴയൊക്കെ കിടന്ന് വന്നപ്പോഴത്തേന്? പുഴ കിടക്കുന്നില്ല, ഇങ്ങനെയുള്ള കയറ്റം അങ്ങോട്ട് കയറിപ്പോയി മടുപ്പായി. ഇതിലെങ്ങനെ അങ്ങോട്ട് കിടന്നാൽ മതി. ആ ഇതിലങ്ങോട്ട് കിടന്നാല് നമുക്ക് തമ്പലമണ എത്തും ജംഗ്ഷനിൽ. അവിടെ നമ്മുടെ ബസ് കിട്ടും. പിന്നെ ബസ് ഉണ്ടല്ലോ. എന്നാ ആയിക്കോട്ടെ. കണ്ടേല് ഭയങ്കര തൊട്ടക്കരയാണ് എളഞ്ഞിക്കൽ ദേവീക്ഷേത്രം. അതിലാണ് വരല്, വരലില്ല. അതെ അല്ലേ. എന്തായാലും അതെ, ഇന്നത്തെ ശിവരാത്രി ശിവന് നമ്മളെ കണ്ടുപിടിക്കണം എന്നുണ്ടായിരുന്നടി, അതുകൊണ്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി.